നമസ്കാരം. വി.എസ്. അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്ന എ. സുരേഷിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി ഇടതുകോട്ട പൊളിക്കാൻ യു.ഡി.എഫ് തന്ത്രം മെനയുന്നു. വി.എസിന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ തന്നെ കളത്തിലിറക്കിയാൽ അട്ടിമറി വിജയം നേടാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. എന്നാൽ മലമ്പുഴയിൽ വി.എസിന്റെ മകൻ വി.എ. അരുൺകുമാറിനെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതോടെ സുരേഷിന്റെ നിലപാട് നിർണായകമാകും. വി.എസിന്റെ മകൻ അരുൺകുമാർ മത്സരിക്കാനെത്തുകയാണെങ്കിൽ യു.ഡി.എഫ് ഓഫർ സുരേഷ് തള്ളിക്കളയാനാണ് സാധ്യത. പാർട്ടിയുമായി അകന്നു നിൽക്കുകയാണെങ്കിലും വി.എസിനോടും കുടുംബത്തോടും ഇപ്പോഴും പുലർത്തുന്ന വൈകാരിക ബന്ധം സുരേഷിനെ പിന്നോട്ട് വലിക്കുന്നു. അരുൺകുമാർ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായാൽ താൻ യു.ഡി.എഫ് ടിക്കറ്റിൽ എതിരാളിയായി നിൽക്കില്ലെന്ന സൂചനയാണ് സുരേഷുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്നത്. സ്ഥാനാർത്ഥിയാകാൻ യു.ഡി.എഫ് നേതാക്കൾ തന്നെ സമീപിച്ച കാര്യം സുരേഷ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന കർശന നിലപാടിലാണ് അദ്ദേഹം. CPM-ൽ നിന്ന് പുറത്തായിട്ട് 11 വർഷമായി. പക്ഷേ ഇന്നും ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന സുരേഷിന്റെ വാക്കുകൾ യു.ഡി.എഫ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വി.എസിന്റെ തട്ടകത്തിൽ ആ കുടുംബത്തോടുള്ള സ്നേഹവും രാഷ്ട്രീയവും കൂടി കുഴിഞ്ഞു കിടക്കുമ്പോൾ അരുൺകുമാറിനെ ഇറക്കി സുരേഷിന്റെ വഴിയടയ്ക്കാനാണ് CPM-ലെ ഒരു വിഭാഗം ആലോചിക്കുന്നത്. അരുൺകുമാറിനെതിരെ സുരേഷ് മത്സരിക്കില്ലെന്നാണ് CPM കരുതുന്നത്. BJPക്ക് അതിശക്തമായി സ്വാധീനമുള്ള മലമ്പുഴയിൽ വി.എസ്. വികാരം ശക്തമാക്കിയാണ് CPM ലക്ഷ്യം. കേരളത്തിലുടനീളം വി.എസ്. അനുകൂലികൾ CPM-ന് പിന്നിൽ അണിനിരക്കുമെന്നാണ് പ്രതീക്ഷ. മലമ്പുഴയിൽ വി.എസിന്റെ മകൻ വി.എ. അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിന് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഏകദേശ ധാരണയായതായിട്ടാണ് സൂചന. മലമ്പുഴ അല്ലെങ്കിൽ കായംകുളം മണ്ഡലങ്ങളാണ് അരുൺകുമാറിനായി പരിഗണനയിലുള്ളത്. വി.എസിന്റെ അഭാവത്തിൽ മണ്ഡലത്തിലുണ്ടായ വിടവ് നികത്താൻ കുടുംബത്തിൽ നിന്നൊരാൾ തന്നെ വരുന്നത് ഗുണം ചെയ്യുമെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു. അരുൺകുമാർ വന്നാൽ ചിതറിപ്പോയ വി.എസ്. അനുകൂലികളെ ഒപ്പം നിർത്താൻ കഴിയുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. വി.എസിന്റെ വിശ്വസ്തനായിരുന്ന എ. സുരേഷിനെ യു.ഡി.എഫ് രംഗത്തിറക്കിയാൽ അത് ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കും. എന്നാൽ അരുൺകുമാർ സ്ഥാനാർത്ഥിയായാൽ സുരേഷിന് കുടുംബത്തോടുള്ള കൂറ് കാരണം മത്സരിക്കാൻ കഴിയില്ലെന്ന് ജില്ലാ നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. ഇതോടെ യു.ഡി.എഫിന്റെ തുറുപ്പുചീട്ട് അപ്രസക്തമാകും. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും അരുൺകുമാറിനായി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കായംകുളമാണ് ആദ്യ പരിഗണനയിലുള്ളതെങ്കിലും രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് മലമ്പുഴയിൽ തന്നെ അന്തിമ തീരുമാനമുണ്ടായേക്കാം. IHRDയിൽ ഉന്നത പദവിയിലിരിക്കുന്ന അരുൺകുമാർ രാഷ്ട്രീയത്തിലേക്ക് ഔദ്യോഗികമായി ചുവടുവെക്കുന്നതോടെ മലമ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പാടെ മാറും. വി.എസിനെ സ്നേഹിക്കുന്ന കേരളത്തിലെ വി.എസ്. ഫാൻസിന്റെ വോട്ടാണ് CPM പ്രധാനമായും ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. യു.ഡി.എഫ് സ്വതന്ത്രനായി സുരേഷ് കളത്തിലിറങ്ങുന്നതോടെ ജില്ലയിലെ ചുവപ്പ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയുമെന്ന കണക്കൂട്ടിലായിരുന്നു കോൺഗ്രസ്. ഇത്തരമൊരു കണക്കൂട്ടലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സുരേഷുമായി ചർച്ചകൾ നടത്തിയത്. വി.എസ്. അച്യുതാനന്ദന്റെ നിഴലായി നടന്നിരുന്ന സുരേഷിനെ മലമ്പുഴയിൽ രംഗത്തിറക്കിയാൽ വി.എസ്. അനുകൂലികളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പിക്കാമെന്ന് യു.ഡി.എഫ് കരുതുന്നുണ്ട്. വർഷങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിടുന്ന മലമ്പുഴയിൽ BJPക്കും ശക്തമായ സ്വാധീനമാണുള്ളത്. ഈ സാഹചര്യത്തിൽ CPM-ന്റെ കോട്ട തകർക്കാൻ അവരുടെ തന്നെ മുൻ തന്ത്രശാലിയെ കളത്തിലിറക്കുക എന്ന ട്രീറ്റ്മെന്റാണ് യു.ഡി.എഫ് പയറ്റാൻ ശ്രമിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടിക്കുള്ളിലെ വിവരങ്ങൾ ചോർത്തിയെന്ന് ആരോപിച്ചാണ് സുരേഷിനെ CPM പുറത്താക്കിയത്. അന്നു മുതൽ പാർട്ടിക്ക് പുറത്തുള്ള സുരേഷിനെ തിരിച്ചെടുക്കാൻ പലവട്ടം ശ്രമങ്ങൾ നടന്നെങ്കിലും ഔദ്യോഗിക പക്ഷം അതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു. ഈ നീറ്റിലാണ് ഇപ്പോൾ CPM-നെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. എന്നാൽ സുരേഷിന്റെ നിലപാടാണ് ഇതിലേറ്റവും നിർണായകമാകുന്നത്. ഇടതുകോട്ടയായ മലമ്പുഴയിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി നീക്കങ്ങളിൽ ഒന്നായി മാറും. CPM-ന്റെ ഉള്ളുകളിൽ അറിയാവുന്ന ഒരാൾ തന്നെ പോർക്കളത്തിൽ ഇറങ്ങുമെന്ന വാർത്ത പാർട്ടി നേതൃത്വത്തെയും വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. വി.എസ്. മത്സരിച്ച് ജയിച്ച മലമ്പുഴയെ സുരേഷിനും നന്നായി അടുത്തറിയാം.